പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും നമ്മുടെ വിഷയം 2024 പൊതു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൃശ്ശൂരിന് തെക്കോട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യവുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്കറിയാം, സ്ഥാനാർത്ഥികൾ മുന്നണികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 3 മുന്നണികളാണുള്ളത്. ആ 3 മുന്നണികളിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയും പത്തനംതിട്ടയും ഇടുക്കി, എറണാകുളം, കോട്ടയം, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ 3 മുന്നണികളും പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP മുന്നണി അവരുടെ സ്ഥാനാർത്ഥിയെ പട്ടിക ഇതുവരെയായിട്ടും പുറത്തിറക്കിയിട്ടില്ല, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇനി കേരളത്തിൽ BJP പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങളിൽ കൊല്ലം ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേഡർ വോട്ടുകളുള്ള ഒരു സുപ്രധാന മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. എറണാകുളം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ ആലത്തൂര് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ സുപ്രധാനമായ 4 മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. അതെന്തോ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തീരുമാനങ്ങളും അവരുടെ നിലപാടുകളുമാകാം, അത് നമുക്ക് വിഷയമല്ല. പക്ഷേ പ്രഖ്യാപിച്ച് 3 മുന്നണികളും പ്രചരണത്തിനിറങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ശക്തമായ രീതിയിൽ ത്രികോണ മത്സരത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും വളരെ സജീവമായ രീതിയിൽ തന്നെ 3 മുന്നണികളും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുന്നണികളുടെ പ്രവർത്തനങ്ങൾ ഈ ഓരോ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലും വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും 7 നിയമസഭാ മണ്ഡലങ്ങളുടെ കീഴിൽ വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശത്ത് BJPയുടെ പ്രവർത്തനം അത് LDFനെ അപേക്ഷിച്ചും UDFനെ അപേക്ഷിച്ചും വളരെ മുന്നിലാണ്. ഒപ്പം തീരദേശ മേഖലകളിലും കഴിഞ്ഞ തവണ ഉണ്ടായ നഷ്ടം ആവർത്തിക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങളുമായി BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങളും ബൂത്ത് തലത്തിലുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളും മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് കാണാൻ കഴിഞ്ഞതും. UDFന്റെ പ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം മന്ദഗതിയിലാണെന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ആറ്റിങ്ങലോട്ട് പോയാൽ, ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V. മുരളീധരൻ വിജയിക്കും എന്ന് കരുതിയാണ് അദ്ദേഹം മത്സരരംഗത്ത്, വിജയിക്കാൻ കഴിയുമെന്ന് കരുതിയാണ് അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പല നിയോജക മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ സ്വാധീനവും ജനകീയ അടിത്തറയുമുള്ള മണ്ഡലങ്ങളിൽ, പഞ്ചായത്തുകളിൽ പോലും പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം. പല സ്ഥലങ്ങളിലും ചുവരെഴുത്തുകൾ പോലും പൂർത്തിയാക്കാത്ത നിലയിലാണ് UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചുവരെഴുത്തുകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നോക്കിയാലും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് അത് ആരംഭിച്ചിട്ടുള്ളതും 1ാം ഘട്ടം പൂർത്തിയായിട്ടുള്ളതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് 1ാം ഘട്ടമല്ല. ശരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ട് വെരിഫിക്കേഷൻ മുതൽ ആദ്യത്തെ അഭ്യർത്ഥന വരെയുള്ള കാര്യങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും സർവ്വമണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കൊല്ലത്തോട്ട് കടക്കുമ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MLAയും സിറ്റിംഗ് MPയും തമ്മിലാണ് മത്സരം. രണ്ടുപേർക്കും പുതുതായി ഒരു അറിയിപ്പിന്റെ ആവശ്യം ഇല്ല.
എങ്കിൽ പോലും രണ്ട് സ്ഥാനാർത്ഥികളും വളരെ ശക്തമായ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മണ്ഡലം ആകമാനം നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്രീ മുകേഷിന്റെ നേതൃത്വത്തിലുള്ള LDF സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ അത് ചില മേഖലകളിൽ, ചില പ്രത്യേക മേഖലകളിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങളിൽ നിന്നും വ്യക്തമായി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലമാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ നേരത്തെ ഒരു ത്രികോണ മത്സരവും ഒരു വിജയസാധ്യതയും കൽപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥി ആ ഒരു പ്രഖ്യാപനത്തെ പോലെ തന്നെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 6 മണ്ഡലങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങളിലും ഒപ്പം മറ്റു അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന അനിൽ ആന്റണിക്കും ഒപ്പം LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളോട് കിടപിടിക്കാൻ തക്ക രീതിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം, വോട്ടർമാരുടെ മനസ്സിൽ കടന്നു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുതിയൊരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ്, പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ല എന്നൊക്കെ ആളുകൾ കരുതിയിരുന്നെങ്കിലും ശ്രീ അനിൽ ആന്റണിയെ വളരെ ഹാർദമായിട്ടാണ് അവിടുത്തെ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആളുകളുടെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും മേൽക്കൈയുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ്, അല്ലെങ്കിൽ നിലവിലുള്ള സിറ്റിംഗ് MP ശ്രീ ആന്റണിക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മുൻതൂക്കം മറികടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എതിർത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കുറച്ചുകൂടി കഠിനാധ്വാനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ മണ്ഡലത്തിന്റെ സാഹചര്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞിരുന്നത് കൊണ്ട് നമ്മൾ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ആലപ്പുഴയിലോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ KC വേണുഗോപാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ പ്രവർത്തകർക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം സംസ്ഥാനം MLA ആയി, മന്ത്രിയായി ഇരുന്നപ്പോഴും, കേന്ദ്രത്തിൽ MP ആയിരുന്നപ്പോഴും, കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും മണ്ഡലത്തിലെ മുടങ്ങിക്കിടന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെയധികം താല്പര്യം കാണിച്ചൊരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒപ്പം തന്നെ CPM അതിന്റെ പരമ്പരാഗത മേഖലകളിൽ ശക്തി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ പാർട്ടിക്കകത്തുള്ള ചില വിഭാഗീയതകളും ചില പ്രശ്നങ്ങളും അത് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഏതെങ്കിലും പക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള രീതിയിലല്ലാതെ അത് വിഭാഗീയത എന്ന് പറയുന്നത് മറ്റ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും വിശേഷിച്ച് CPMനകത്തും ഉള്ളത് എന്നുള്ളത് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കേണ്ടി വരുന്നത് ഹൈ റിസ്ക് ആണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ഒത്തുതീർപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത കൂടി ശ്രീ ആരിഫിന് ഉണ്ട് എന്നത് ഒരു അദ്ദേഹത്തിന്റെ തലവേദനയായി മാറുന്നു. മറിച്ച് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ശ്രീ KS രാധാകൃഷ്ണൻ, അദ്ദേഹം അവിടുത്തെ പ്രബലമായിട്ടുള്ള ഒരു തീരദേശ മേഖലയിൽ വോട്ട് ബാങ്ക് ആയിട്ടുള്ള സമുദായത്തിന്റെ പ്രതിനിധി കൂടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു മുൻതൂക്കം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പോളിംഗ് പെർസെൻറ്റേജ് വർധനവിനൊപ്പം തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജിലും വർധനവുണ്ടാക്കുന്നതിന് BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വളരെയധികം കഠിനമായി യത്നിക്കേണ്ടി വരും. ഒരുപക്ഷെ KC വേണുഗോപാലിനെ പോലൊരു സ്ഥാനാർത്ഥി അല്ലായിരുന്നു എങ്കിൽ അവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ എന്നതാണ് യാഥാർത്ഥ്യം. ജനകീയരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു ജനകീയ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തെങ്കിൽ പോലും മറ്റു സിറ്റിംഗ് MPയും ഒപ്പം തന്നെ മുൻ MPയും വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് അവർക്കൊരു വെല്ലുവിളിയായി അവശേഷിക്കുന്നുണ്ട് എന്നതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിശേഷം. നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി അത് UDFന്റെ മണ്ഡലമാണ് എന്നതുകൊണ്ട് മാത്രമല്ല
UDFിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും സർക്കാർ നിലപാടുകൾക്കെതിരായിട്ടും ഒപ്പം തന്നെ UDFിന് അനുകൂലമായിട്ടും വിധി എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ CPM അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾ തങ്ങളിലുള്ള മത്സരം എത്ര കടുത്തതായാലും അവിടുത്തെ വിജയം ഹൈബി ഈഡന് അനുകൂലമായി വരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു മണ്ഡലമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ശ്രീമതി ഷൈൻ ഉയർത്തുന്ന ഒരു വെല്ലുവിളി മറികടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ തീരദേശത്തു നിന്നും വന്ന സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു മേൽക്കൈ ആ പ്രദേശങ്ങളിൽ നേടാൻ ശ്രീമതി ഷൈനിന് സംസ്ഥാന സർക്കാരിൻ്റെ തീരദേശ മേഖലയിലെ ചില ഇടപെടലുകൾ, അത് അവിടുത്തെ കടലാക്രമണം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ നിമിത്തം അവിടെ ആ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുറച്ച് മുൻതൂക്കം കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് കൂടി കൂട്ടി വായിക്കേണ്ട ഒരു സാഹചര്യമാണ് എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. BJPയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളും നിർണായകമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൽഫോൺസ് കണ്ണന്താനോട് മത്സരിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം വോട്ടുകൾ കരസ്ഥമാക്കി BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്തിയിരുന്നു എന്നതുകൊണ്ട് തന്നെ താമര ചിഹ്നത്തിൽ വോട്ടിടുന്നതിന് മടിയില്ലാത്ത ആളുകൾ ഇപ്പോൾ ധാരാളമുള്ള ഒരു മണ്ഡലമായി എറണാകുളവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മത്സര രീതി എന്നതിൽ നിന്നും മാറി ഏകപക്ഷീയമായൊരു വിജയത്തിലേക്ക് പോകുന്നതിന് പകരം വളരെ ശക്തമായ മത്സരങ്ങൾ ആണ് അവിടുത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങൾ പ്രകാരം നടക്കാൻ പോകുന്നതെന്നാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു വരുമ്പോൾ 2 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പാറ്റേണുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കൂടി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ്. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് ഉണ്ടായ റിസൾട്ട് അത് പലപ്പോഴും അവിടുത്തെ ഭൂരിപക്ഷ തീരുമാനത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, അട്ടിമറിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയങ്ങളും റിസൾട്ടുകളുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെയാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയായി വരുന്നത്. ഒപ്പം ബെന്നി ബെഹനാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BDJSന് കിട്ടിയിട്ടുള്ള ആ സീറ്റിൽ BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നത്. അപ്പോൾ 3 മുന്നണിയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവിടുത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം UDFിന് ബലമായ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ അവിടുത്തെ വിജയം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കേരളത്തിലെ പൊതു ട്രെൻഡിനനുസരിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ പൊതു ട്രെൻഡിനനുസരിച്ച് അതോടൊപ്പം സഞ്ചരിച്ചൊരു സാഹചര്യമാണ് പലപ്പോഴും ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിനും ഒപ്പം തന്നെ അതിന് മുൻകാലഘട്ടങ്ങളിൽ മുകുന്ദപുരം പാർലമെന്റ് മണ്ഡലത്തിനും ഉണ്ടായിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ട് എന്നതാണ് വാസ്തവം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ട കാഴ്ച കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള എറണാകുളം പ്രദേശത്തെ മണ്ഡലങ്ങളിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കുറച്ചുകൂടി മേൽക്കൈ കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇടുക്കിയുടെ മറ്റു മണ്ഡലങ്ങളിൽ, ഇടുക്കി ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ 2 മുന്നണികളും വളരെ ശക്തമായ രീതിയിൽ പ്രചരണ രംഗത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ദേവികുളം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ, മുൻ MLA, അദ്ദേഹം BJPയുമായി അടുക്കുന്നു, അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ BJP നേതാക്കളെ കാണുന്നു എന്നുള്ള ആ ഒരു വർത്തമാനം അത് അവിടെ സൃഷ്ടിക്കുന്ന ചില തരംഗങ്ങൾ, ആ തരംഗങ്ങളെല്ലാം ബാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ ജോയിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും XMP ആണ്. നിലവിലെ MP ഡീൻ കുര്യാക്കോസ്, അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു വിജയം നേടിക്കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം NDA സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ടെങ്കിൽ പോലും അത്ര മറ്റു മണ്ഡലങ്ങളിൽ കാണുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും അത്തരം തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായമുള്ളത്.
തിരിച്ച് നമ്മൾ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അതിൽ ഏറ്റുമാനൂരടക്കം കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വളരെ 3 മുന്നണികളും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കളത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ നോക്കുമ്പോൾ ആ മണ്ഡലത്തിൽ നമുക്കറിയാം അവിടെ LDF സ്ഥാനാർത്ഥിയോടൊപ്പം സഹകരിച്ചതുമായി ബന്ധപ്പെട്ട് NSSന്റെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവികളിൽ നിന്നും ഒഴിവാക്കി NSS നേതൃത്വം തീരുമാനമെടുത്തത് നമുക്കറിയാം. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ എല്ലാ രീതിയിലുള്ള ചേരുവകളും ചേർത്ത് രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ നടക്കുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയം അത് UDFൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണ്. ഒപ്പം തന്നെ കയ്യിലുള്ള പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെട്ടാൽ LDFൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി അത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും BDJSന്റെ പ്രസിഡന്റ് SNDP യോഗത്തിന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം കരസ്ഥമാക്കുന്ന വോട്ടുകൾ ആ വോട്ടുകൾ ആരെയാണ് ബാധിക്കുന്നത്? LDFനെയാണോ UDFനെയാണോ ബാധിക്കുന്നത്, നേരിട്ട് ബാധിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരാശങ്ക കൂടി വരും നാളുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു മുന്നണികൾക്ക് ചങ്കിടിപ്പിക്കും എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ എക്കാരണത്തെ കൊണ്ടായാലും ശരി, നമ്മൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും ചുവരെഴുത്തുകളും ഒപ്പം തന്നെ മറ്റു പ്രചരണ പ്രവർത്തനങ്ങളും പല സ്ഥാനാർത്ഥികളും പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും സാധാരണ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മണ്ഡലങ്ങളിൽ ആ സ്ഥാനത്തേക്ക് BJPക്ക് 2ാം സ്ഥാനത്ത് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രചരണ പ്രവർത്തനങ്ങൾക്കും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിനും വളരെയധികം വിലമതിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വാല്യൂ ഉണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനം. എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം അരങ്ങേറുന്ന ശക്തമായിട്ടുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എക്കാരണത്തെ കൊണ്ടും സ്ഥാനാർത്ഥികളും പ്രസ്ഥാനങ്ങളും, കാരണം നമ്മൾ പ്രധാനപ്പെട്ട നിലവിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വീണ്ടും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നപ്പോൾ ഏതാണ്ട് 12.5 കോടി രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇത്രയൊക്കെ മതി, ഈ രീതിയിൽ മുന്നോട്ട് പോയാലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് എനിക്ക് അവർ വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ള ഒരു ഒരു ഉറപ്പിലാണ് പല UDF സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ചിലരെങ്കിലും മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി നേടുന്ന സീറ്റുകൾ എത്ര, NDAക്ക് കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കേരളത്തിൽ BJP മുന്നണി 20%, 25% വോട്ട് ഉയർത്തുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജൂൺ 4 നടക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.